ജഡായു ക്ഷേത്രത്തിലേക്കുള്ള നടന്നു പോകാനുള്ള എൻട്രൻസ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ്സ് സ്റ്റാച്ചു ആണ്. ഹിഡനായിട്ടുള്ള വഴിയാണ് ഈ വഴി. വരുന്നത് കുറച്ച് ടാസ്ക്കാണെന്നേ ഉള്ളൂ. ഗായ്സ്, ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് നമ്മളെ കൊല്ലം ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ജഡായു പാറയിലാണ്. അതെ, ഇത് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന വഴിയല്ല. ഇത് ഇവിടെ ജഡായുവിന് മേലുള്ള രാമക്ഷേത്രത്തിൻ്റെ മേളിലോട്ട് പോകുന്ന വഴിയാണ്. ഇത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇതുവഴി യാത്ര ചെയ്യുക എന്നതാണ് ഈ വഴിയുടെ ഒരു പ്രത്യേകത. പക്ഷേ നടന്ന് പരിപ്പെടാൻ ഗൈസ് വയ്യ. ഞാൻ ഇതുവഴി നേരത്തെ 1-2 വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതുപോലെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അന്ന് നേരെ വരെ അന്ന് കയറുന്ന കാര്യം വലിയ പാടായിരുന്നു, നല്ല പാടായിരുന്നു. ഇപ്പം ഇനി മേലോട്ട് പോകുന്ന കാണിച്ചു തരാം. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുക. പണി നടന്നു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് പാറയുടെ മേളിൽ സൗജന്യമായിട്ട് കയറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ പണി നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ടിക്കറ്റ് വയ്ക്കുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് കയറി പോകാനുള്ള വഴി കുറച്ച് പാടുള്ള വഴി. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാണിച്ചു ഇതുപോലുള്ള കഷ്ടപ്പാട് നിറഞ്ഞ വഴി കൂടെ പോകാൻ പറ്റും. കാലിന് പണിയുള്ള ആൾക്കാരൊന്നും ഇതുവഴി വരരുത്. പാടാ ഇച്ചിരി വിയർത്ത് കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരും വരരുത്. എന്നെയും വിഷ്ണുവിനെയും പോലെ കുഴപ്പമില്ല, നടക്കാനൊക്കെ ആവും. കുറച്ച് അഡ്വഞ്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരാം. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഓക്കെ, ഇത് ആ വഴിയാണ്. ഇത് വഴി കയറണം. നമ്മളിപ്പോൾ കയറി വന്നത് ആ കാണുന്ന വഴി കൂടാണ്. ഇനി മേലെ വന്നിട്ട് മേലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കയറി വന്നപ്പോൾ അവിടെ ഒരു മുള്ളൻപന്നിയുടെ മുള്ള്. ഇത് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. കാണിച്ചു തന്നേ ഉള്ളൂ ഇവിടെ കണ്ടപ്പോൾ. ഗൈസ്, ഞങ്ങൾ ഏകദേശം ടോപ്പിലെത്താറായപ്പോഴത്തേക്കുള്ള എൻ്റെ അവസ്ഥ ചെയ്ത് മൊത്തം വിയർത്ത് കുളിച്ച്. ഇനി കുറച്ചുകൂടെ കയറിയാൽ മതി. ഇപ്പം എത്തിക്കഴിഞ്ഞാൽ ഉള്ള ആ കാഴ്ചയും അവിടുത്തെ എക്സ്പീരിയൻസും അത് നമുക്കിടെ ഈ ക്ഷീണം മാറ്റുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഈ വഴി ഒരു വട്ടം കയറിയപ്പം നട്ടുച്ചയ്ക്കായി പോയി. ഇതിന് മേലെ ഒരു രസമില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചില്ല് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് മേലെ കയറിയിട്ട് നോക്കാം. ഏകദേശം ഇതിൻ്റെ മേളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക. കയറാൻ കുറച്ച് പാട് കിട്ടുമെങ്കിലും കണ്ടേ, ഇതിൻ്റെ മേളിൽ എത്തുമ്പം നമുക്ക് ഇതാണ് ജഡായു പാറ. ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ്സ് സ്റ്റാച്ചു ആണ്. അതുകൊണ്ട് അവിടെ എല്ലാം ടൂറിസ്റ്റുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ആ വഴിയല്ല വന്ന് ടൂറിസ്റ്റിന് എൻട്രി ഉള്ള സ്ഥലത്തൂടെ അല്ല നമ്മൾ വന്ന് ഒരു ഹിഡനായിട്ടുള്ള വഴിയാണ്. ഈ വഴി വരുന്നത് കുറച്ച് ടാസ്ക്കാണെന്നേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരേ വ്യൂ ആണ്. പഴയ കണക്കല്ല, പണ്ടത്തെ കണക്കല്ല. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വയസ്സ് അങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബേഡ് സ്റ്റാച്ചുവിൻ്റെ തൊട്ട് പുറകിലെത്തി. പക്ഷെ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പുറത്തോട്ട് ഇറങ്ങാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാതെ ഊടുവഴി കൂടെ വന്നു ആ പുറകിൽ കാണുന്ന ഊടുവഴി കൂടെ. നിങ്ങൾ കേബിൾ കാറിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല ഇത്, വേറൊരു എക്സ്പീരിയൻസാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് ആ കാണുന്ന ഇതുണ്ടോ, അതാണ് ഇവിടുത്തെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലോട്ട് വരാൻ വേണ്ടിയുള്ള വഴിയാണ് നമ്മൾ കയറി വന്ന വഴി. ഇതങ്ങനെ ഒരുപാട് പേർക്ക് അറിയത്തില്ല അതുവഴി ടിക്കറ്റ് എടുക്കാതെ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോവാം. അങ്ങനെ അതിൻ്റെ ടോപ്പിലെത്തിയാണ്ട് ഇത് പുറകെ കാണുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയാൽ അവിടുത്തെ വ്യൂ ആണ്. 60 ഡിഗ്രി നമുക്ക് ഇവിടെ നിന്ന് വ്യൂ കാണാം. നമ്മുടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണല്ലോ, അതാണ് ആ ഫേമസ് സ്റ്റാച്ചു. കാറ്റുണ്ട് കേട്ടോ, കാറ്റുണ്ട്. അതിൻ്റെ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് പ്രോഗ്രാംസ് ഒക്കെ കാണുമായിരിക്കും. വൈകുന്നേരം എന്തെങ്കിലും അറേഞ്ച് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം. അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്.
ഇവിടെ നിന്ന് അപ്പുറത്ത് നിന്നാലും ഇവിടെ നിന്നാലും കാണുന്ന വ്യൂ ഏകദേശം സെയിം ആയിരിക്കും. ഈ ഒരു സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നൈസാണ്. പക്ഷേ ഇത് നട്ടുച്ചയ്ക്കൊക്കെ വരാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഒരു ചെറിയ കാറ്റും ആ ചെറിയൊരു വെയിൽ കൂടെ ആയതുകൊണ്ട് വലിയൊരു നമുക്കൊരു റഫ്നെസ് തോന്നില്ല. നല്ലൊരു ചില്ല് ചെയ്യാൻ പറ്റിയൊരു മൂടാണ്. പിന്നെ നമുക്ക് അമ്പലത്തിന് അങ്ങോട്ട് പോകാം. ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇത് ഒരു ശ്രീരാമ ക്ഷേത്രമാണ് അകത്ത്, ശ്രീരാമൻ്റെ അമ്പലം. അപ്പോൾ അവിടെ ഹനുമാനുള്ള ഒരു കൂട്ട് പോലെ ഇവിടെ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. പേര് നോക്കി കൊടുക്കുന്ന കുരങ്ങ്. ഇതിൻ്റെ കയ്യിൽ നമ്മൾ വന്ന അഡ്വഞ്ചറസ് വഴി കൂടെ വരുവാണെങ്കിൽ നിങ്ങൾ കയ്യിൽ വരുമ്പോൾ വെള്ളം കരുതണം. കാരണം ഞങ്ങൾ വെള്ളമൊന്നും എടുക്കാതെ വന്നപ്പം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. വെള്ളം മേടിക്കണമെങ്കിൽ അപ്പുറത്തിറങ്ങണമെങ്കിൽ ടിക്കറ്റ് വേണം. ടിക്കറ്റ് എടുക്കാതെ അപ്പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു എന്താ ഒരു തിയേറ്റർ സെറ്റ് ഒരു ഡിവോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. കേബിൾ കാറൊക്കെ ഉണ്ട്. ഇതിനോട്ട് മേളിലോട്ട് കയറി വരാനൊക്കെ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറത്തുള്ള ഒരു മ്യൂസിയം പോലെ ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പോൾ അതൊക്കെ അക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വരണം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു വഴി കാണിച്ചു തരിക, ഇതിൻ്റെ മേളിലുള്ള വ്യൂ കാണിച്ചു തരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം വന്നതാണ്. അപ്പോൾ ഒരു വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. കയറിയ വഴിയെല്ലാം തിരിച്ചിറങ്ങണമെന്നുള്ളതാണ് ഒരു പാട്. ഇറങ്ങിയല്ലേ പറ്റൂ. ഇതുവഴി വരുന്നവർ ഇവിടെ ഇതുപോലെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിഞ്ഞ് മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ ഇതാണ് ജടായു ക്ഷേത്രത്തിലേക്കുള്ള നടന്നു പോകാനുള്ള എൻട്രൻസ്. ഇപ്പോൾ ഈ പണി തീരുമ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുവഴി നിങ്ങൾ ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ക്ഷേത്ര പണി നടക്കുന്നതുകൊണ്ട് ഇതുവഴി കയറാൻ പറ്റൂല എന്ന്. പക്ഷേ ഞങ്ങളവിടെ പണിക്കാരെടുത്ത് ചോദിച്ചപ്പോൾ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇതുവഴി കയറി വെളി എത്തിയത്. അപ്പോൾ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് കയറണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതുവഴി കയറിക്കോ. ഇനി ഇതിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാം. അപ്പം ജടായുപ്പാറയിലോട്ട് നിങ്ങൾക്ക് ഈ ഫ്രീ എൻട്രൻസ് വഴി വരണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരാൻ നേരെ ചടയമംഗലം എത്തുന്നതിന് മുമ്പ് UPS ചടയമംഗലം എന്ന് പറഞ്ഞ സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ കാണുന്ന നമുക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഇതുവഴി ഇങ്ങനെ മേലോട്ടൊരു വഴിയുണ്ട്. അത് ആ കാണുന്ന വഴി. അപ്പോൾ ആ വഴി നേരെ പോയി അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ആ എൻട്രൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്.